മഴ ശക്തമായതോടെ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്കും ഇവിടെ വെള്ളക്കെട്ടിന് കാരണമായി. കുട്ടനാട് മങ്കൊമ്പ് നിന്ന് യു ഷൈജു ചേരുന്നു. ഷൈജുവിന്റെ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നിന്ന് കാവാലത്തേക്കും പുളിങ്കുന്നിലേക്കും പോകുന്ന പ്രധാന റോഡിലാണുള്ളത്. ഈ റോഡ് ഇപ്പോൾ ഈ മഴയിൽ പൊങ്ങി, വെള്ളം വല്ലാതെ പൊങ്ങി യാത്ര ദുരിതമായിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതിൻ്റെ ഇരു കരകളിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ ഏറെക്കുറെ വെള്ളത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 12ഓളം കുടുംബങ്ങളെയാണ് 3 ക്യാമ്പുകളിലായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള വഴി ഇതുവഴിയുള്ളതാണ് പ്രധാന മാർഗം. അതോടൊപ്പം തന്നെ മറ്റു പല ഭാഗങ്ങളിലും കുട്ടനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് കാവാലം ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണ്. ഈ അടുത്ത് കോടികൾ മുടക്കി നിർമ്മിച്ച ഈ റോഡ് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിലേക്ക് മാറിയ ഒരു കാഴ്ച കാണാൻ കഴിയും. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ മഴയത്ത് പോലും വെള്ളം പൊങ്ങുക സ്വാഭാവികമാണ്. പക്ഷേ ഈ അവരുടെ റോഡ് ഗതാഗത മാർഗങ്ങൾ മുഴുവൻ മാറിപ്പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അനുഭവിക്കുന്നു എന്നതാണ് കുട്ടനാട്ടുകാരുടെ ഇപ്പോഴത്തെ ഈ മഴയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിന് അടിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയുണ്ട്. ഇത് കിഴക്കൻ വെള്ളം കൂടി വരികയും തോട്ടപ്പള്ളി പുഴി മുറിക്കുകയും ഒക്കെ ചെയ്ത് വെള്ളം കൂടുതൽ ഇങ്ങോട്ട് വന്നാൽ വലിയ വെള്ളം പൊങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. മഴ അതിശക്തമായി പെയ്യുന്നില്ല എന്നത് ഒഴിച്ചു നിർത്തുന്ന മാത്രമാണ് ഒരു ആശ്വാസം. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. ഇതുവഴി സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ സ്ഥിരമായി ഇതുവഴി യാത്ര ചെയ്യുന്നതാണ്. ഞാൻ ഇറിഗേഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് പുളിങ്കുന്ന്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഈ അടുത്തായിട്ട് കല്ലിട്ട് പൊക്കിയ സ്ഥലമാണ്. ഇതിൽ ഈ വെള്ളം കുറച്ച് മാറിക്കിട്ടിയാലും നമുക്ക് പോകാമായിരുന്നു. ഈ റോഡ് പുതുക്കി പണിതിട്ടും നിലവിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. അവിടെ ബണ്ട് പൊക്കാത്ത കാരണം കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി കെട്ടി പണിതായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് പോകാമായിരുന്നു. ചെറിയ മഴ വന്നാൽ പോലും സാധാരണ ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ വെള്ളം പൊങ്ങാറുണ്ടല്ലോ. അല്ല, ഇപ്പോൾ ഈ അടുപ്പിച്ച് 2-3 ദിവസം മഴ പെയ്തത് കൊണ്ടാണ് നിലവിൽ തോട്ടപ്പള്ളി പുഴി മുറിച്ച് ഇന്നലെ ഇങ്ങോട്ട് പുഴി മുറിച്ചെന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഇറങ്ങുമെന്ന് തോന്നുന്നു. അതാണ് പിന്നെ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ താഴ്ന്ന പ്രദേശങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. കാരണം ആ പ്രദേശങ്ങളിലേക്ക് വെള്ളം കിഴക്ക് നിന്ന് ഒഴുകിയെത്തുന്നു, തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നു. ഇതൊക്കെ ഒരു കാരണമായി മാറുന്നു. കാരണം കുട്ടനാട്ടിലെ കൃഷിയുമായി പോലും ബന്ധപ്പെട്ടതാണ് ഈ പൊഴി മുറിക്കൽ എന്നത്. ഇതുവഴി സ്ഥിരം പോകുന്ന യാത്രക്കാരാണോ? ചേട്ടാ, എൻ്റെ വീട് അങ്ങോട്ടാണ്. ഈ വഴിക്കാട്ടിലും ശോഭമാണ് അങ്ങോട്ട്. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം ഇവിടെ പൊക്കലല്ല, സ്ഥിരമായിട്ടുള്ള സൊല്യൂഷനാണ് വേണ്ടത്. അതിന് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് ആറിൻ്റെയും തോടിൻ്റെയൊക്കെ ആഴം കൂട്ടലാണ്. അതിവിടെ ആരും ചെയ്യത്തില്ല. കാരണം ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണ്. ഇവിടെ വർഷം തോറും ഇങ്ങനെ വെള്ളം, എല്ലാ വർഷം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് വെള്ളമുള്ള, പക്ഷേ അളവ് ഫ്രീക്വൻസി പോലും അല്ല, ടേം ഇത്ര നീളത്തിൽ വരത്തില്ലായിരുന്നു. വെള്ളം കിടക്കുന്ന അളവ് പണ്ട് ഞാൻ ജനിച്ചപ്പോൾ രണ്ടാഴ്ച ഉള്ളത് ഇപ്പം 4, 5, 6 ഒരു വർഷത്തിൻ്റെ പകുതിയോളം വെള്ളമാണ്. അത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് അത് മനുഷ്യരുടെയും നമ്മുടെ നാട്ടുകാരുടെയും കുറ്റമുണ്ട്, രാഷ്ട്രീയക്കാരുടെയും പ്രശ്നമുണ്ട്. ചെറുതായിട്ടുള്ള തോടായിക്കോട്ടെ, ആറായിക്കോട്ടെ, അതിനകത്തൊന്നും ആഴം കൂട്ടുന്നൊന്നുമില്ല. അത് പണ്ട് നമ്മൾ കട്ട വരാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ചെയ്യാൻ ആളുമില്ല, ഗവൺമെൻറ്റായിട്ട് ചെയ്യത്തുമില്ല. അത് പൊതുവേ എല്ലാ നദിക്കും ഒരേ കോമൺ റൂൾ വെച്ചിട്ട് അതിൻ്റെ അടി ചരലൊന്നുമല്ല, ഈ ആറിന് അടി ചരലൊന്നുമല്ല, ചെളിയാണ്. അത് വാരേണ്ട സാധനമാണ്. അത് വാരാൻ സമ്മതിക്കത്തില്ല ഒരുത്തനും. ഈ ഇടയ്ക്കെന്തോ റൂൾ മാറ്റിയെന്ന് പറയുന്നുണ്ട്. അത് വാരുക. പിന്നെ ഇത് ചെയ്യില്ല. ഇതൊന്നും ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ചാൽ ഇത് സ്ഥിരം ഇങ്ങനെ എല്ലാ വർഷം വന്നാൽ മാത്രമേ ഫണ്ട് മുക്കാൻ പറ്റുള്ളൂ. ഏത് പാർട്ടിക്കാർ, ഏത് എൻഡുകളാണെങ്കിലും ഇവന്മാർക്ക് വർഷാവർഷം ദുരിതാശ്വാസം അല്ലെങ്കിൽ വെള്ളപ്പൊക്ക നിവാരണം എന്നൊക്കെ പറഞ്ഞ ഒരു ഫണ്ട് മുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് മാറാനൊന്നും പോകുന്നില്ല, ഇവന്മാരും ചെയ്യാനും പോകുന്നു. കുട്ടനാട്ടുകാരുടെ സ്ഥിരം പല്ലവിയാണ് ഇത്. കാരണം മതിയായ സമയത്ത്, അതായത് മഴയ്ക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ആഴം കൂട്ടുക എന്ന പ്രക്രിയ അടക്കമുള്ളത് ചെയ്യേണ്ടതുണ്ട്. കാരണം നിരവധി തോടുകളും ചെറിയ ആറുകളും വെള്ളം നിറയുന്ന ചെറിയ പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലൊക്കെ മതിയായ മുൻകരുതലുകൾ എടുക്കാത്തതാണ് വലിയ വെള്ളം പൊങ്ങുന്നതിന് കാരണമാകുന്നതെന്നത് കുട്ടനാട്ടുകാരുടെ സ്ഥിരം പല്ലവിയാണ്. ഈ മഴയത്തും അവർ ആ പരാതി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി.